ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കും മുമ്പ് തന്നെ പറഞ്ഞിരുന്നു 24 മണിക്കൂറിനുള്ളിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഞാൻ നടത്തുമെന്ന്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബൈഡൻ കയറി കുറച്ച് ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലൊക്കെ കൊടുത്തിട്ട് അത് മൊത്തം ഒന്ന് ഉഴപ്പിക്കളിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ഉക്രൈനുള്ള സഹായം നിർത്തുമെന്നാണ്. അതിലൂടെ ശരിക്കും രക്ഷപ്പെടുന്നത് പുടിനും പുടിൻ്റെ റഷ്യയും അല്ലേ? അവർ സാമ്പത്തികമായി തകർന്നു, സൈനികപരമായി തകർന്നു. സത്യത്തിൽ ട്രംപിൻ്റെ ഇടപെടൽ ആർക്കാണ് ഗുണകരം? രണ്ടുപേർക്കും ഗുണകരമാണ്. എൻ്റെ ഒരു വിലയിരുത്തൽ അതെൻ്റെ മാത്രം. ഉക്രൈനാണെങ്കിലും റഷ്യയാണെങ്കിലും ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഇടപെടുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇത് തീർക്കും, മതിയായി. രണ്ടുപേർക്ക്, ഈ ഓടുന്നവനും ഓടിക്കുന്നവനും കഥയ്ക്കുമല്ലോ. അതെ. അപ്പോൾ അത് നിർത്താം എന്നുള്ള ആശയത്തിലാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലിമിറ്റഡ് പർപ്പസ് ഉണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ. വാസ്തവത്തിൽ എന്തിനാണ് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത്? അതിൻ്റെ കാരണം പോലും ആൾക്കാർ മറന്നുപോയി. റഷ്യ ഒരുപാട് ന്യായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് റഷ്യയ്ക്ക് ആവശ്യം ഈ ഒരു വാം വാട്ടർ പോർട്ട്. റഷ്യയുടെ തുറമുഖങ്ങൾക്കൊരു പ്രത്യേകത, മാസങ്ങളോട് അത് അടഞ്ഞു കിടക്കും, മഞ്ഞ് മൂടിക്കിടക്കും. അപ്പോൾ മഞ്ഞായി മാറാത്ത കടലുള്ള പ്രദേശം ഈ ഉക്രൈൻ ഭാഗത്താണ്. ഇപ്പോൾ റഷ്യ പൊട്ടിത്തെറിച്ച് കഷ്ണങ്ങളായി കഴിഞ്ഞപ്പോൾ നിർഭാഗ്യവശാൽ ഈ വാം വാട്ടർ പോർട്ടുകൾ, ചൂടുവെള്ളം എന്ന് വാം വാട്ടർ എന്ന് പറയുമെങ്കിലും വാമൊന്നുമല്ല, അത് മഞ്ഞല്ലേ. ഇപ്പോൾ ഈ പോർട്ടെല്ലാം യുക്രൈനിലായിപ്പോയി. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ റഷ്യയുടെ കയ്യിലേക്ക് ഒരു പോർട്ട് വന്നിട്ടുണ്ട് ഉക്രൈൻ്റെ. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായി, ഒരു പോർട്ട് കിട്ടി. പിന്നെ ഇതുപോലെ വാം വാട്ടർ പോർട്ട് റഷ്യയ്ക്കുള്ളത് ലെബനനിലാണ്. അതാണ് റഷ്യൻ പട്ടാളം അവിടെ ക്യാമ്പ് ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്ന അവിടുത്തെ പോർട്ട് സംരക്ഷണം. ലെബനനിലാണ്. അപ്പോൾ ഇതാണ് അവരുടെ സെറ്റപ്പ്. അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ പുടിന് താല്പര്യമില്ല. എന്നാൽ യുദ്ധം തോറ്റ് നിർത്തി എന്നൊക്കെ പറയാൻ തയ്യാറുമല്ല. അതുകൊണ്ട് പേരിനിങ്ങനെ രണ്ടുപേരും കണ്ണിൽ നോക്കി നിൽക്കുന്നു. ഉക്രൈൻ യുദ്ധം ഒരു വാർത്തയേ അല്ല. സെലൻസ്കി വിഷമിച്ചു പോയതാണ്. ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷം വന്നു കഴിഞ്ഞപ്പോൾ ഉക്രൈൻ യുദ്ധം ഒരു യുദ്ധമേ അല്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങോട്ട്. പക്ഷേ യുദ്ധം നടക്കുന്നുമുണ്ട്. ഇപ്പം വാർത്ത വരണ്ടെങ്കിലല്ലേ ഒരു ഇൻ്റർനാഷണൽ ഗെറ്റപ്പ് ഉള്ളൂ. വാർത്ത വരിക, യുണൈറ്റഡ് നേഷൻസിൽ പ്രമേയം വരിക, ബഹളം നടക്കുക, ബാക്കിയുള്ളവരൊക്കെ നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല രീതിയിൽ അഭിപ്രായം പറയുക, അതൊക്കെയാണല്ലോ യുദ്ധം. യുദ്ധം നടക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും ഇസ്രായേലിലേക്ക് തിരിഞ്ഞു. അപ്പോഴത്തേക്ക് ക്ഷീണിച്ചു സെലൻസ്കി അവസാനം മോദിയുടെ അടുത്ത് വരെ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇടപെട്ട് നിർത്തും. ആദ്യം വലിയ മസിൽ പിടിച്ചിരുന്നു. പുട്ടിനെ പോയി കണ്ടു എന്ന് പറഞ്ഞു. തൻ്റെ കൂട്ടുകാരനല്ലേ, താൻ പോയി പറ അവനോട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളുകൾ വെച്ചത്. പിന്നെ വിഷമിച്ചു, എങ്ങനെയെങ്കിലും തീർക്കണമെന്നൊക്കെ പറഞ്ഞു. ഈ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് റഷ്യ അങ്ങ് കേൾക്കണമെന്നൊന്നുമില്ല. നമ്മളെക്കാൾ എന്തുകൊണ്ടും, ആയുധം കൊണ്ടും പണം കൊണ്ടും ഒക്കെ വലുതാണ് റഷ്യ. നമ്മൾ വെറുതെ അവരെ ചെവിക്ക് പിടിച്ച് ചെയ്യണമെന്ന് പറയാനൊന്നും പറ്റുമൊന്നുമില്ല. ഒരു ഗുഡ് റിലേഷൻ്റെ പുറത്ത് ചേട്ടാ ഒന്ന് നോക്ക്, വെറുതെ വേണോ എന്നൊക്കെ ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ അതിനപ്പുറം നമുക്കെന്താ സ്വാധീനമുള്ളത്? നമ്പർ 2, നമ്മൾ എന്തിനിതിൽ തലവയ്ക്കണം? നമുക്കതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. വാസ്തവത്തിൽ റഷ്യൻ ഓയിൽ യൂറോപ്പ് എടുക്കില്ല എന്ന് പറഞ്ഞു, നമ്മൾ വാങ്ങിച്ചു. നമുക്ക് വാങ്ങിക്കാൻ തടസ്സമൊന്നുമില്ല. നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചു. അതേ ഓയിൽ യൂറോപ്പിന് കച്ചവടം അടിച്ച് നമ്മൾ കാശുണ്ടാക്കി, മറിച്ച് വിറ്റ് കാശുണ്ടാക്കി നമ്മൾ. ഇപ്പം നമ്മളെ സമയത്തോളം റഷ്യ ഉക്രൈൻ യുദ്ധം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹമായിട്ടാണ് ഭവിച്ചത്. എന്ന് വെച്ചാൽ അത് തുടരട്ടെ എന്നുള്ള ഒരു ഇതൊന്നും നമുക്കില്ല. കൊള്ളാം അവന്മാർ തമ്മിലടിച്ച് ചാവട്ടെ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നില്ല. ബട്ട് ഒരു ലിമിറ്റഡ് പ്രഷറിനേക്കാൾ കൂടുതൽ റഷ്യയിൽ ഇത് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ റിലേഷനാണ് നമുക്ക് വലുത്. ആ റിലേഷനുള്ളിൽ നിന്ന് സംസാരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ചെയ്യാൻ കഴിവുള്ളത് അമേരിക്കയ്ക്ക് മാത്രമാണ്. അമേരിക്ക ഇത് ട്രംപ് വന്നതിന് ശേഷം ഇങ്ങനൊരു യുദ്ധം നിർത്തുന്ന പ്രപ്പോസൽ വന്നപ്പോൾ പുടിൻ റിയാക്ട് ചെയ്തത് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് എന്നാണ്.
ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കാൻ. സോ പുടിൻ റെഡിയാണ്. താമസിയാതെ അത് അവസാനിക്കുമായിരിക്കും. അതിൻ്റെ പ്രീ കണ്ടീഷനായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഉക്രൈന് സഹായം കൊടുക്കില്ല എന്നല്ല, ആയുധ സഹായം കൊടുക്കില്ല എന്നായിരിക്കും ട്രംപ് പറഞ്ഞിട്ടുണ്ടാവും. അതെ, ഉക്രൈൻ അമേരിക്ക സഹായം നൽകില്ല, ആയുധ സഹായം. മാത്രമല്ല ട്രംപ് സ്വീപ്പിംഗ് ആയിട്ടൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കുമുള്ള സഹായം, എയ്ഡ് നിർത്തിവെക്കുക 90 ദിവസത്തേക്ക്. ഈ എയ്ഡ് എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് നമുക്ക് ഇനി ഫർദർ എയ്ഡിനെ പറ്റി ആലോചിക്കാം. കാരണം ട്രംപിൻ്റെ ഇനിഷ്യൽ വിലയിരുത്തൽ ഈ പൈസയൊക്കെ കൂടുതലും പോകുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ്. WHO-യിൽ നിന്ന് അമേരിക്ക പിന്മാറിയില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ കീഴിൽ UNWRCAO അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, റിലീഫ് വാർ ആൻഡ് റിലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കംപ്ലീറ്റ് ഹമാസിൻ്റെ കയ്യിലാണ്. ഇതിൻ്റെ സ്റ്റാഫ് ഹമാസിൻ്റെ ഓപ്പറേറ്റേഴ്സാണ് അതിൽ നുഴഞ്ഞു കയറിയിട്ട്. എന്നിട്ട് അവർ ഈ ഫണ്ട് മുഴുവൻ ആരോഗ്യത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ അങ്ങ് നിർത്തിവെച്ചു. WHO-യിൽ നിന്ന് അമേരിക്ക പിന്മാറി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരുമില്ല. അമേരിക്ക പിന്നല്ല, ഓരോരുത്തൻ്റെ ആരോഗ്യം നന്നാക്കാനായിട്ട് ആരാ സംഭാവന കൊടുക്കുന്നത്? അപ്പോൾ ഇതുപോലത്തെ കലാപരിപാടികൾ മുഴുവൻ ട്രംപ് നിർത്തിവെച്ചു. അതിൽ യുക്രൈനും പെടും. ബട്ട് കണക്ക് കാണിക്കും, നിങ്ങൾ എന്തിനു ഉപയോഗിച്ചു, എന്തിനു ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കുക. ഐ വാണ്ട് ടു എൻഷുർ ദാറ്റ് നോ മണി ഈസ് ഗോയിങ് ടു ടെററിസ്റ്റ്. ഇതാണ് ട്രംപിൻ്റെ നയം. അപ്പോൾ അത് അനുസരിച്ചുള്ള വിഷമങ്ങൾ ഉക്രൈനും ഉണ്ടാകും. ഈ അൺഅക്കൗണ്ടബിളായിട്ട് ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുടുങ്ങാൻ പോകുന്നത് നമ്മുടെ 2 സുഹൃത്തുക്കളാണ്, കിഴക്കും പടിഞ്ഞാറുമുള്ളവർ, പാകിസ്ഥാനും ബംഗ്ലാദേശും. കാരണം അവർ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. മറ്റവർക്കൊക്കെ ഒരു അഡീഷണൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കും എന്നൊക്കെയുള്ള അതല്ല. ഇവരുടെ ഉപജീവനം തന്നെ ഈ തെണ്ടിത്തിന്നലാണ്. ഈ WHO, UNRW, CRA എന്താണ് അതിൽ നിന്നൊക്കെയുള്ള കാശാണ് ഈ 2 കക്ഷികളുടെ ഭക്ഷണം. ഇപ്പം ഇവരുടെ വെള്ളം കൂടി മുട്ടും. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഭീഷണിയാണ്. തീർച്ചയായിട്ടും ഭീഷണിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ മയപ്പെട്ടില്ലേ, പാകിസ്ഥാൻ മയപ്പെട്ടു, ബംഗ്ലാദേശ് മയപ്പെട്ടു. ബംഗ്ലാദേശ് ഇനിയിപ്പോൾ താമസിയാതെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ചിലപ്പോൾ ഇവർ ഷെയ്ഖ് ഹസീന തന്നെ തിരിച്ചധികാരത്തിൽ വന്നു വരും, ഫെയറായിട്ടൊരു തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ. കാരണം അവർ പതുക്കെ അവരുടെ ഇതല്ലേ അവാമി ലീഗിൻ്റെ ജാഥ നടന്നു കഴിഞ്ഞ ദിവസം ഢാക്കയിൽ. കുറച്ച് പേരേ ഉള്ളൂ, 20 പേരേ ഉള്ളൂ. പക്ഷേ 20 അവർ പുറത്തിറങ്ങി എന്നാണ് ഇതിനർത്ഥം. അതെ, സൈന്യത്തെ അവർക്ക് പുറത്തിറങ്ങാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സിമ്പതി കംപ്ലീറ്റ് ഷെയ്ഖ് ഹസീനയ്ക്ക് വരികയും ഫെയറായിട്ടൊരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ വീണ്ടും ചിലപ്പോൾ അവർ അധികാരത്തിൽ വന്നു വരും. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ മുഴുവൻ ട്രംപിൻ്റെ ഈ നയങ്ങൾ കൊണ്ട് വരുന്നതാണ്. ഞാൻ പറയുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധം മാത്രമല്ല, ലോകത്ത് മറ്റ് പല മാറ്റങ്ങളും ട്രംപിൻ്റെ വരവോടുകൂടെ സംഭവിക്കുന്നു. ട്രംപ് അണീക്വോക്കൽ ടേംസിൽ സംസാരിക്കുന്നു, അസന്നിഗ്ധമായ ഭാഷയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം ലോകരാജ്യങ്ങളിൽ വരും. ഇപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ മൊത്തം യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമാണ് കാണുന്നത്. ഇപ്പം ഇറ്റലിയിൽ നമ്മൾ കണ്ടു, ട്രംപിലൂടെ കണ്ടു. അതുപോലെ തന്നെ റഷ്യയിലെ പുടിനും ഏകദേശം അതിനോട് യോജിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുടിനും അതുപോലെ ട്രംപും ഇന്ത്യയിലെ മോദിയും ഒക്കെ കൂടെ ചേർന്ന് ഒരു പ്രത്യേക ലോകക്രമത്തെ സൃഷ്ടിക്കുന്ന അധികാര കേന്ദ്രം ഉണ്ടാവും എന്നില്ല. ലോകം ഒരു വശത്തേക്ക് ചെരിഞ്ഞിരുന്നു, അതിനെ ഒരു നേരെയാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പുറത്തേക്കൊന്നും ആക്കുന്നില്ല. തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. ബാലൻസിലേക്ക് കൊണ്ടുവരുന്നു. ഈ വല്ലാതെ ജിഹാദീവൽക്കരണം, ഈ വോക്ക് സമ്പ്രദായം ഇതിലേക്ക് പൊക്കോണ്ടിരുന്നു ലോകം. അതിനെ ഇവർ തിരിച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നു. ഈ അനധികൃത കുടിയേറ്റം കൂടിയതുകൊണ്ടാണ് UK-ലും ഫ്രാൻസിലും ജർമ്മനിയിലും അടക്കം മുസ്ലിം ഭൂരിപക്ഷമുള്ള ആളുകൾ കൂടുതലായിട്ട് കയറുന്നത്. അപ്പോൾ അവരവിടെ ആക്രമണങ്ങളൊക്കെ നടത്തുന്നു, തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ തിരിച്ചറിഞ്ഞ ട്രംപ് അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ഇന്ത്യ പറയുന്നു ഞങ്ങളുടെ 20,000-ഓളം പേരെ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ മാതൃകയാക്കി മറ്റൊരു രാജ്യങ്ങളും ചെയ്യണം. അപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രാമുഖ്യം നൽകുന്നുണ്ടോ? പ്രാമുഖ്യമൊന്നും നൽകുന്നില്ല.
നമ്മൾ തമ്മിലൊരു ധാരണയുണ്ട്. പൊതുവേ കൺഫ്രണ്ടേഷൻ ഇല്ലാതെ പോകും എന്നുള്ളൊരു ധാരണ ഇന്ത്യയും യു എസും തമ്മിലുണ്ട്. നേരത്തെ മുതൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നു. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് തരുകയോ പ്രത്യേകിച്ച് എന്തെങ്കിലും വാരിക്കോരി തരുകയോ ഒന്നും ട്രംപ് ചെയ്തിട്ടില്ല. നമ്മളത് പ്രതീക്ഷിക്കുന്നുമില്ല. നമുക്ക് നേരത്തെ മുതൽ അറിയാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഉള്ളൂ. അമേരിക്കയുടെ താല്പര്യം അങ്ങനെ നോക്കും. അമേരിക്കയുടെ താല്പര്യം നോക്കിയാൽ തന്നെ നമുക്ക് ആശ്വാസമായി. നമ്മുടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. ബംഗ്ലാദേശിൽ ചൊറിഞ്ഞു, പാകിസ്ഥാനിൽ ചൊറിഞ്ഞു, ഇങ്ങനെ ചെയ്യാതിരുന്നാൽ മതി. നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അമേരിക്കയുടെ ഒരു സഹായവും നമുക്ക് വേണ്ട. നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഇത്രയേ നമുക്ക് പറയുന്നുള്ളൂ. ബാക്കി ബിസിനസ് കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കും. എന്തായാലും ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം തീർന്നു. ഇപ്പം ഈ യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനായിട്ട് പോകുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ്. ഹമാസ് ഇസ്രായേൽ പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കേണ്ട, പുതിയൊരു അധ്യായം എന്ന് വിചാരിച്ചാൽ മതി. ബാക്കി സിനുജി പറഞ്ഞതൊക്കെ ശരിയാണ്. ഹമാസ് ഇസ്രായേൽ മാത്രം തീർന്നു എന്ന് വിചാരിക്കേണ്ട. ഒരു അധ്യായം തീർന്നു, അടുത്ത അധ്യായം താമസിയാതെ തുടങ്ങുന്നു. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത്രേ ഉള്ളൂ. അവിടെ മാത്രം. ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ വിശ്വസിക്കാം. ഇത് അങ്ങനെയാണെങ്കിൽ ഈ ട്രംപ് പറയുന്നുണ്ട് ഞങ്ങൾ ഇസ്രായേലിന് കുറച്ച് ആയുധങ്ങളൊക്കെ കൂടുതൽ നൽകുന്നുണ്ട്. വിമാനത്തിൽ വെച്ച് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോഴൊക്കെയാണ് പറഞ്ഞത്. അപ്പം അത് അവരുടെ അവകാശമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണോ? മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസിൽ പോകാനുള്ള അംബാസഡർ സ്റ്റെഫാനിക് സ്ത്രീയാണ് അവർ. ട്രംപ് ഇപ്പോൾ നിയമിച്ചു അവരെ. അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ബിബ്ലിക്കൽ റൈറ്റ് ആണെന്നാണ്. ബൈബിള് വഴി ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന അവകാശമാണ് അവർ സ്ഥാപിക്കുന്നത്. വെറും ഇതല്ല, അതിർത്തി വെച്ചുള്ള അവകാശമല്ല, ബൈബിളിൽ നിന്ന് കിട്ടിയ അവകാശം. അപ്പോൾ സംഭവം വ്യക്തമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ എന്നൊക്കെ പറയുന്നത് ഒരു അധ്യായത്തിൻ്റെ അവസാനം മാത്രമാണ്. ബാക്കി സിനുജി പറഞ്ഞത് ശരിയാണ്. ഞാനതിൽ തർക്കിക്കുന്നില്ല. എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വരികൾക്കിടയിൽ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് വായിച്ചു നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.